ഈ ശനി എന്ന് പറഞ്ഞാൽ നമ്മളെ നന്മകൾ പഠിപ്പിക്കാൻ, നമുക്ക് സങ്കടം തരുന്നത് നമ്മളെ ക്ലിയറാക്കാൻ ചില ആൾക്കാർ ചെയ്യുന്നൊരു വിഡ്ഢിത്തരമുണ്ട്. ഈ ശനീൻ്റെ ഗ്രഹമുള്ള നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് എൻ്റെ ശനിയെ എന്നെ കാത്തുകൊള്ളണേ എന്ന് പറയുന്നുണ്ട്. അത് വലിയ അപകടമാണ്. കാരണം ശനീനോട് പിന്നെ നീല കറുത്ത വസ്ത്രം ധരിക്കുക, ശനിയാഴ്ച ദിവസം ഒരിക്കലെടുക്കുക. ഈ ഒരിക്കൽ എന്ന് പറയുമ്പോൾ എന്താ സാറേ പ്രശ്നം? ഈ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മലയാളികൾക്ക് വളരെ സന്തോഷമാണ്. കാരണം വെച്ചാൽ ശരിക്കുള്ള ഒരിക്കൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോകും. അപ്പം നമ്മൾ എള്ളുതിരിയോട് രക്ഷപ്പെടാമെന്ന് പറയും. എള്ളുതിരിയാണ് ഇതിന് പോകുമ്പോൾ ശനി. അതെ, ശനി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പേടിക്കുന്നൊരു ഗ്രഹമാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പലരുടെയും ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം 29-ാം തീയതി വൈകുന്നേരം ശനിയുടെ ഒരു സാറ്റേൺ ട്രാൻസിറ്റ് ഓൾറെഡി ഉണ്ടായി. ഒരുപാട് പേർക്ക് നല്ല കാലങ്ങൾ വരുന്നൊരു സമയമാണ്. എന്നാലും കണ്ടകശനി, അഷ്ടമശനി, ഏഴാണ്ട ശനി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ്. ഈ ശനിയെ വശത്താക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പറയാമോ? അതായത് ഈ ശനി എന്ന് പറഞ്ഞാൽ നമ്മളെ നന്മകൾ പഠിപ്പിക്കാൻ, നമുക്ക് സങ്കടം തരുന്നത് നമ്മളെ ക്ലിയറാക്കാൻ. ഇപ്പം നമ്മൾ ഒരു പാത്രം വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ശുദ്ധമാവും എന്ന് പറഞ്ഞ മാതിരി ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാനാണ് ശനി വരുന്നത്. ഈ ശനി പഠിപ്പിക്കുന്ന പാഠം എന്താ വെച്ചാൽ, നമുക്ക് എത്ര വലിയ ആളായാലും എൻ്റെ മുന്നിൽ ഒന്നുമല്ല, നമ്മൾ നിസ്സഹായനാകുന്ന അവസ്ഥ, അതാണ് ഈ മനുഷ്യൻ്റെ അഹങ്കാരം കുറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശനി നമ്മളോട് ചെയ്യുന്നതിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി എന്താ വെച്ചാൽ ത്യാഗം ചെയ്യുക, ത്യജിക്കുക. ഇതാണ് ശനീനെ രക്ഷപ്പെടാനുള്ള സംഭവം. പക്ഷേ ശനീനെ പേടിക്കേണ്ടതുണ്ടോ പറഞ്ഞാൽ ദൈവങ്ങൾ വരെ പേടിച്ചിട്ടുണ്ട്. അതെ, മഹാദേവൻ പേടിച്ചിട്ടാണ് ഒളിച്ചിരുന്നത്. ഗണപതി വളരെയേറെ ഐഡിയപരമായിട്ട്, അതായത് നാളെ വരൂ എന്ന് പറഞ്ഞിട്ട് ശനിയെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിയെ ചെയ്തതെന്ന് വെച്ചാൽ തലയിലിരിക്കാൻ പറഞ്ഞു, അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ഇതിലിവിടെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഇതൊന്നും ദൈവങ്ങളല്ല, സാധാരണ മനുഷ്യരാണ്. പക്ഷേ നമുക്കത് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതിലുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ സാറ്, ഈ ഭക്ഷണം, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉണങ്ങലരിച്ചോറ് ഇതുണ്ടല്ലോ, അത് ഉപ്പിടാതെ കഴിക്കുക. ഉപ്പിട്ടാൽ ശനി പിടിക്കുന്ന പറയാം. അപ്പോൾ ഉപ്പിടാതെ കഴിക്കുന്നത് ത്യാഗമാണ്. സാറിന് മനസ്സിലായി? അതായത് നമ്മളിപ്പോൾ പടച്ചോറ് എന്നൊക്കെ പറയില്ലേ ക്ഷേത്രത്തിൽ, അതിൽ വളരെ പ്രാധാന്യമുണ്ട്. ശരി. അപ്പോൾ ഉപ്പിടാതെ നമ്മൾ ശനിയാഴ്ച ദിവസം ഭക്ഷണം കഴിക്കുക, അതായത് ചോറായാലും കറിയിലായാലും ഉപ്പിടാതെ കഴിക്കുക. അത് ഇതിൻ്റെ ഒരു പരിഹാരമാണ്. രണ്ടാമത്തെ പരിഹാരം എന്താ വെച്ചാൽ, ഒരു തുണ്ട് വെള്ള ചീല, അതിൽ ഒരു സ്പൂണോ അല്ലൊരു അര സ്പൂണോ എള്ള് വയ്ക്കുക. എന്നിട്ട് അത് കിഴിയായി കെട്ടിയിട്ട് അത് എള്ളെണ്ണയിൽ മുക്കിയിട്ട് തിരി കത്തിച്ചിട്ട് നമ്മളിരിക്കുന്ന പൂജാമുറിയിൽ വെച്ചിട്ട് ഒരു മന്ത്രം ചെല്ലണം. മന്ത്രം എന്ന് പറഞ്ഞാൽ ശനീൻ്റെ മന്ത്രം. ഇനി ഓം ശനീശ്വരായ നമ എന്ന് ചെല്ലിയാലും മതി. പക്ഷേ അതിൻ്റെ കൂടെ ഒരു സംഗതി ചേർക്കാണ്ട്, അപ്പോൾ മാത്രമേ ഇത് ശനി നമ്മളിൽ നിന്ന് പോവുകയുള്ളൂ. അതായത് മമ ശരീരേ വർത്തിഷ വർത്തമാൻഷ സംസ്ഥാകൃത ശനിദോഷ ഉച്ചാടയ ഉംഫഡ് സ്വാഹ എന്ന മന്ത്രം നമ്മളിത് ചെല്ലണം ഈ തിരി ഒഴിയുന്നതോട്. ഇതോടുകൂടി എന്തായി, നമ്മളെ ശരീരത്തിൽ നിന്ന് എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ മാത്രമേ രക്ഷയുള്ളൂ, പിറ്റേന്നും ഉണ്ടാവും ശനി. അപ്പം നമ്മൾ എള്ളുതിരിയോട് രക്ഷപ്പെടാമെന്ന് പറയുന്നു. എള്ളുതിരിയാണ് ഇതിനൊരു പോകുമ്പഴി. എള്ളുതിരി നമുക്ക് ദിവസം രാവിലെ നമ്മൾ അതിനായിട്ട് ഇരിക്കുക, അപ്പോൾ ഈ ശനീൻ്റെ ദോഷം ഉണ്ടാവില്ല. പിന്നെ നീല കറുത്ത വസ്ത്രം ധരിക്കുക, ശനിയാഴ്ച ദിവസം ഒരിക്കലെടുക്കുക. ഈ ഒരിക്കൽ എന്ന് പറയുമ്പോൾ എന്താ സാറേ പ്രശ്നം? ഈ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മലയാളികൾക്ക് വളരെ സന്തോഷമാണ്. കാരണം വെച്ചാൽ ശരിക്കുള്ള ഒരിക്കൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോകണം. അവരെ ഒരിക്കൽ എന്താ വെച്ചാൽ ഒരു നേരം മാത്രമേ ഉള്ളൂ, അതിനാണ് അവർ ഒരിക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിൽ എന്താ വിഷയം അറിയോ? രാവിലെ ഉപ്പുമാവോ ഗോതമ്പോ ചപ്പാത്തി എന്താ കഴിക്കാം, ഉച്ചയ്ക്ക് മാത്രം ചോറുന്നു, രാത്രി ചോറില്ല. അപ്പോൾ ഈ അരിഭക്ഷണം കഴിക്കുക ഒരു നേരം എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം. ശരിക്കും അതല്ല, രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കാതെ ഉച്ചയ്ക്ക് മാത്രം കഴിക്കുന്നതിനാണ് ഒരിക്കൽ നിന്ന് തമിഴ്നാട്ടിൽ വിഷയം. ശരിയാണ്. അവർക്ക് ഈ ശനിദോഷമൊന്നും വരികയില്ല. അവർ ശനീൻ്റെ പിന്നാലെ പോയില്ല. പൊതുവേ തമിഴ്നാട് കർണാടക ഇതിൻ്റെ പിന്നാലെ ഇല്ല. നമ്മൾ മലയാളികളാണ് ശനീനെ പേടിച്ച് നിൽക്കുന്നത്. അതാണ് വിഷയം. ശരിയാ, താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ശനി ഭഗവാൻ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിപ്പോകാനുള്ള ചാൻസ്. ഒരു ക്ലെൻസിങ് ആണ്. ശനി വന്ന് നമ്മളെ പൂർണ്ണമായിട്ടും ക്ലെൻസ് ചെയ്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ മാറ്റി തരേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് ശനി പോകുമെന്നൊരു വിശ്വാസം മലയാളികളുടെ ഇടയിലുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഡിസിപ്ലിനോടുകൂടി ജീവിക്കുന്നവർ
ശനി പെട്ടെന്ന് വരില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവരും ഫോളോ ചെയ്യട്ടെ. ഈ ശനിദശയുള്ള സമയങ്ങളിൽ 19 വർഷമല്ലേ ശനിദശ എന്ന് പറയുന്നത്. ഈ ശനിദശയുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ജോലിയാണെങ്കിലും കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിക്കുകയാണ്, എല്ലാത്തിനും തടസ്സം വരുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഓരോ നക്ഷത്രക്കാരും ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക പൂജാ പരിഹാരങ്ങളുണ്ട്. മെയിൻലി എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? അല്ല, അതിൻ്റെ മുമ്പ് എനിക്കൊരു തിരുത്തുണ്ടായില്ല. ഈ ശനി 19 വർഷം സാർ പറഞ്ഞു. അതെ. അപ്പോൾ ഇതിൻ്റെ സോപഹാരം എന്ന് പറഞ്ഞ സംഭവം ശനീൻ്റെ ഉണ്ട്. അതെ. ഈ സോപഹാര സമയത്ത് ഇതിന് മോശമുള്ളൂ. പക്ഷേ ഈ ശനി 19 വർഷം എല്ലാവർക്കും മോശം എന്നുള്ളതല്ല. അതെ. ഈ ശനി ഇയാൾക്ക് ഉച്ചത്തിൽ വരുമോ, അല്ലെങ്കിൽ ഇഷ്ടസ്ഥാനത്ത് വരുമോ, അല്ലെങ്കിൽ നമ്മൾ ലാഭസ്ഥാനത്ത് വരുമോ, അങ്ങനെ 3, 6, 11 എന്ന് പറയും. ഈ 3, 6, 11 ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയാണെങ്കിൽ അയാൾക്ക് ഈ ദശ ഗുണം ചെയ്യും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ശനിദശ വരാൻ പോകുന്നുണ്ട്, വളരെ നല്ല കാലമാണ്. അപ്പോൾ ശനി നല്ല കാലമുണ്ട്. എന്നാൽ നേരെ വെച്ച് ശനി നീചത്തിൽ വരിക, മേടൻ രാശി സഞ്ചരിക്കുന്ന ഒരാൾക്ക് ജാതകത്തിൽ അങ്ങനെ വരുന്ന ഒരാൾക്ക് മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ശനി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക. അങ്ങനെ വന്നാൽ ശനിദശ മോശമാവുള്ളൂ. ശനിദശ നല്ലതാണെങ്കിൽ നല്ലത് തരും. പക്ഷേ ശനീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഇട്ട് പഠിപ്പിക്കുന്ന പറയും. നമ്മൾ എത്ര വലിയ ആളായാലും നമ്മൾ കീഴ്പ്പെട്ട് പോകും. അതിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക. ആ 19 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10-50 വർഷത്തിൻ്റെ ആ കാലാവധി മര്യാദയ്ക്ക് നമ്മൾ അനുഭവിക്കാം. ഇപ്പോൾ സാറിന് അറിയാൻ മതി, ഒരു വ്യാഴം ഒരു ഗ്രഹം ഒരു വർഷമാണ് നിൽക്കുക. പക്ഷേ നല്ല സമയത്ത് നിൽക്കുന്ന വ്യാഴം നമുക്ക് പെട്ടെന്ന് പോയി പോകും. അതായത് 12 മാസം എങ്ങനെയാണ് പെട്ടെന്ന് പോകുമെന്ന് അറിയില്ല. നേരെ വ്യാഴം വളരെ മോശ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പോവുകയില്ല. അത് ഒരു മനുഷ്യൻ്റെ ഒരു ഇതാണ്, നമ്മളെ ഒരു മാനസികമായിട്ടുള്ളൊരു വിഷയമാണ്. അതാണ് സംഭവം. അപ്പോൾ ഈ ശനീൻ്റെ പ്രത്യേകത വെച്ചാൽ ശനീനെ പ്രീതിപ്പെടുത്തുക. ശനീൻ്റെ ഇതിൽ നമ്മൾ ഹനുമാൻ സ്വാമി, അതേമാതിരി ഗണപതി, ഇവർക്കൊക്കെ വഴിപാട് ചെയ്യുക. പിന്നെ ഇതിൽ വേറൊരു ഇതെന്താ വെച്ചാൽ നമ്മൾ ഈ പിതൃക്കൾ എന്ന് പറയും, പൂർവികൻ, ഇവർക്ക് ബലിതർപ്പണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് ശരിക്കും വളരെ ഇഷ്ടമാണ്. കാരണം ശനിയായിട്ട് വളരെ ഇതാണ്. കാരണം പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നത് ഇതാണ്. കാരണം ഈ ശനീൻ്റെ വാഹനം എന്നുള്ള രീതിയിൽ കാക്കയാണ്. ഈ കാക്കയ്ക്ക് നമ്മൾ തെക്ക് ഭാഗത്ത് ഉണങ്ങലരി ചോറ് നേദ്യം വെച്ച് അതിൽ എള്ള് കലർത്തിട്ട് ഭക്ഷണമായി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് ഈ ശനീൻ്റെ ദോഷം തീർക്കാൻ വളരെ സഹായിക്കും. അതാണ് വിഷയം. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഈ ശനി എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ടെൻഷൻ അടിക്കേണ്ട. ശനി നമ്മളതാക്കും, നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിൽ നമ്മളിതായാൽ, അതായത് കൂടുതൽ നമ്മൾ ഊന്നി മനസ്സിലേക്ക് ടെൻഷൻ കൊടുക്കുമ്പോൾ ശനി പ്രശ്നം തന്നെയാണ്. അതാണ് സംഭവം. നമ്മൾ അതിൻ്റെ വഴിപാടുകളൊക്കെ ചെയ്യുക, മുന്നോട്ട് പോവുക അങ്ങനെ. പക്ഷേ എന്താ വിഷയം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഒരു 3 മണിക്കൂറാവും. അതാണ് ശനി ചെയ്യുന്ന പരിപാടി. ഈ 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. കുഴപ്പമില്ല, നമ്മൾ സഹിക്കുക. അപ്പോൾ ആ ഒരു വിഷയമാണ് ശനി വരുത്തുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത സംഭവം. ഈ സാധാരണ രീതിയിൽ ശനി ദശ ഉള്ള സമയങ്ങളിൽ ഇപ്പോൾ ഈ കണ്ടക ശനി, ഏഴാണ്ടര ശനി, അഷ്ടമശനി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഓരോ ശനിയും നമ്മുടെ ഗ്രഹസ്ഥിതി നോക്കിയതിന് ശേഷം ആണല്ലോ താങ്കൾ പറഞ്ഞതുപോലെ ഏത് ദശയാണ് അല്ലെങ്കിൽ ഏത് അപഹാരമാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഈ നല്ലത് തരുന്ന ശനി നമുക്ക് പോകുന്നതിന് മുൻപേ, ഈ ഏഴാണ്ടര ശനിയാണെങ്കിൽ ആദ്യത്തെ 2.5 വർഷവും രണ്ടാമത്തെ 2.5 വർഷവും മൂന്നാമത്തെ 2.5 വർഷം പോകുന്നതിന് മുൻപ് തന്നിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഈ അതായത് നമ്മൾ ചന്ദ്രാലാണിത് ചിന്തിക്കുക. അതെ. ഇപ്പം ഗ്രഹസ്ഥിതി നമ്മൾ ചാരവശാൽ എന്ന് പറയും. പക്ഷേ ഇതിൽ വേറൊരു സത്യാവസ്ഥ എന്താ പറയുക, നമ്മൾ ദശാനാഥൻ എന്ന് പറഞ്ഞ സംഭവത്തിനാണ് 75% പ്രത്യേകത. അതിനാണ് ശരിക്കും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. ഇത് ചാരവശാൽ വരുന്ന ദോഷമാണ്. ഈ ചാരവശാൽ എന്ന് പറഞ്ഞാൽ 25% ഒരു മനുഷ്യന് എഫക്റ്റ് ചെയ്യുള്ളൂ. ഇത് അയിലാതിരിക്കുക നമ്മൾ അടിയുറച്ച് അങ്ങനെ പറഞ്ഞു ഇതായിപ്പോയതാ, പ്രചരിപ്പിച്ചു പോയതാ. നിങ്ങൾക്കിതാ ഈ നക്ഷത്രക്കാർക്ക് ഏരശനി വരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാർ പേടിപ്പിക്കുന്നു. അപ്പോൾ ഇത് പേടിച്ച് അയ്യോ ഞങ്ങളെ കഥ. അപ്പോൾ ഇവരത് വരുന്നു. പക്ഷെ എന്താ നമ്മളെ വിഷയം വെച്ചാൽ ഈ ഏരശനി വരുന്നത് പറഞ്ഞാൽ 30 വർഷം കൂടുമ്പോഴാണ് വരിക ഒരു മനുഷ്യന്. ഈ 30 വർഷം കൂടുമ്പോൾ, അതായത് ഈ ചന്ദ്രൻ്റെ നമ്മൾ കൂറുണ്ടാവും, ആ കൂറിൻ്റെ 12ലും അതിൻ്റെ ജന്മത്തിൽ, അതായത് ആ കൂറിലും അതിൻ്റെ 2ലും, ഇതിൽ ഈ 3 കാലഘട്ടമുണ്ട്. അപ്പം മന്ദായ ദശ, ശനി മന്ദനായതുകൊണ്ട് 2.5 വർഷം ഒരു രാശിയിലാണ്. മറ്റുള്ളവരെ മാതിരിയല്ല, മെല്ലേ പോവുള്ളൂ. അപ്പോൾ ഈ 2.5 വർഷം ആദ്യത്തെ ഏരശനീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 12ൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ പ്രശ്നമില്ല. ഈ ജന്മശനി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് കുറച്ച് പ്രശ്നമാണ്. അവിടെയാണ് നമുക്ക് രോഗങ്ങളും പ്രശ്നങ്ങളും വരുന്നത്.
അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്തു പോകണം. അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല പരിഹാരം ഇതാണ്. ഞാൻ സാറിനോട് പറഞ്ഞത്, എള്ള് തിരി കത്തിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ അത് ഒഴിവാക്കുക. നീരാഞ്ജനം. അതായത് നീരാഞ്ജനം എന്ന് പറഞ്ഞാൽ ഈ തേങ്ങയിലാണ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ചിരാഗ് ഇട്ട്, ഈ മൺചിരാഗ്, ഈ മൺചിരാഗിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് അത് ഒഴിഞ്ഞിട്ട് അവിടെ വെക്കുക. അത് കത്തുന്ന വരെ നമ്മൾ പ്രാർത്ഥിക്കും. ശനീശ്വരായ അങ്ങനെ ശനീനെ നമ്മൾ ഭജിച്ചാൽ ശരിയാവും. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നൊരു വിഡ്ഢിത്തരമുണ്ട്. ഈ ശനീൻ്റെ ഗ്രഹമുള്ള നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് എൻ്റെ ശനിയെ എന്നെ കാത്തുകൊള്ളണേ എന്ന് പറയുന്നുണ്ട്. അത് വലിയ അപകടമാണ്. കാരണം ശനീനോട് കാക്കാൻ പറയണ്ട, ശനീനോട് പോകാനാണ് പറയണ്ട്. അങ്ങനെ ഒരു വിഷയമുണ്ട്. എൻ്റെ ശനി എന്നെ രക്ഷിക്കണേന്ന് പറയും. അത് വലിയൊരു വിഡ്ഢിത്തരമായി മാറുന്നുണ്ട്. അത് സംഗതി സങ്കടമാണ് പറയുന്നതെങ്കിൽ, അപ്പോൾ ശനി വിചാരിക്കുന്നത് വെച്ചാൽ അഞ്ഞി ഇയാളെ ഞാൻ പോകാൻ പാടില്ല വിചാരിക്കും. ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട. അതെ. അപ്പോൾ ശനി എൻ്റെ ദോഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണേന്ന് മാത്രം പ്രാർത്ഥിക്കുക. അതാണ് സംഭവം. അതിനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്തായാലും ശനി ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കട്ടെ. നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.